ഹായ് ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കിയത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പൊ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഞങ്ങൾ തറവാട്ട് വീട്ടിൽ നോമ്പ് തുറയുണ്ട്. അപ്പൊ നോമ്പ് തുറക്കാൻ തറവാട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഞങ്ങളിത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ അടിക്കണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളിത് അവിടെ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 4 കിലോ ചിക്കനാണ് കേട്ടോ ഫ്രൈ ചെയ്യാനുള്ളത്. അപ്പൊ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ. ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. നീ നമ്മള് വാര വെക്കാൻ വേണ്ടിയിട്ടേ, വെള്ളമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട്. ഇത് വെള്ളമൊക്കെ നന്നായിട്ട് പോയാൽ നമുക്ക് മസാല കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലെ മസാലക്കൂട്ടൊന്ന് റെഡിയാക്കണം. അപ്പൊ ഞാൻ ഈ വീതനമ്പിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് തുടച്ചെടുക്കട്ടെ. ഇതിലേക്ക് മസാല ഇതാ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, കറിവേപ്പില, പുതിനയില, മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി, 2 നാരങ്ങ കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കാം കേട്ടോ. ഇത് ചെറിയ ഉള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയിലും പുതിനയിലയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുത്തു. നമ്മൾ ചിക്കനിൽ ഇതിൽ മറ്റുള്ള മസാലകളും ഫുഡ് കളറാണ് കേട്ടോ ഒഴിക്കുന്നത്. 2 വലിയ ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വലിയ ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു ഇത്തിരി ഉള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി ഇടുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇത്. 2 ടീസ്പൂൺ ചിക്കൻ മസാല കേട്ടോ. 2.25 കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മസാല. കോൺഫ്ലവർ പൗഡറാണ് കേട്ടോ ഇത്. നമ്മളെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ അരച്ചത് മുഴുവനായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഉപ്പാണ് കേട്ടോ, പൊടി ഉപ്പാണ് കേട്ടോ ഞാനിടുന്നത്. ഇനി ഇതിക്ക് 2 മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിനെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം. ഇതിൽ 2 നാരങ്ങാ നീര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ പിഴിഞ്ഞ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സുർക്കയും കൂടി ഒഴിക്കാണ്ട്. അപ്പം നമ്മൾ ചിക്കനിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 2 മണിക്കൂർ സമയം ഞാൻ വെയിറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടുള്ളൂ പിന്നെ അത് ഫ്രൈ ആക്കി എടുക്കണത് കേട്ടോ. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൽ എല്ലാ ഭാഗങ്ങളിലും ഇതിലെ മസാലയും ഒക്കെ നന്നായിട്ട് പിടിപ്പിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ. നമ്മൾ മസാല പിടിപ്പിച്ചതിന് ശേഷം ഒരു 2 തക്കാളിയുടെ നീര് ഒഴിക്കണം കേട്ടോ. നമ്മൾ ഇതൊക്കെ എന്തിനാ അറിയാം, നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. കൂടുതലുണ്ടായത് കൊണ്ടാണ് കേട്ടോ അത്രയൊക്കെ മസാലകളൊക്കെ ചേർത്തിട്ടുള്ളത്.
അപ്പോൾ അതിന് ഞാൻ ഇനി വെയിറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് ഇനി ഒരു 2 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് വീട്ടിലത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 2 മണിക്കൂറൊക്കെ ആയി നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഹസ്ബൻഡ് കേട്ടോ ചട്ടിയൊക്കെ കത്തിച്ച് തരുന്നത്, തീ കത്തിക്കണതൊക്കെ. അപ്പോൾ ഇതിന് നമുക്ക് നമ്മളെ അടുപ്പിന് ഇതിൻ്റെ പാകം വെക്കാനുള്ള റിങ്ങുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് പാത്രമായാലും നമുക്ക് ആ റിങ് വെച്ചാൽ അതിന് പാകമായിട്ട് ഇരിക്കും കേട്ടോ. അത് അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കണത്, വിറകടുപ്പിൽ. അപ്പം ഞാൻ തീ കത്തിച്ച് തരാൻ പറഞ്ഞിട്ട് കത്തിക്കാണ് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിക്കാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ ഫുഡൊക്കെ വിറകടുപ്പിൽ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനത്തെ ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എണ്ണയിൽ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാലൊക്കെ ഇതിന് പച്ചമുളകിൻ്റെ മണം കറിവേപ്പിലയുടെ മണമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് ചിക്കൻ കോഴി ഒഴിക്കാം കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ഇട്ടു കേട്ടോ ഞാൻ. ഇത് കുറച്ച് സമയം നിന്ന് പൊരിക്കണം കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും തറവാട്ട് വീട്ടിൽ കൂടാനാണ് കേട്ടോ. ഞങ്ങൾ എല്ലാ വർഷവും തറവാട്ട് വീട്ടിൽ നോമ്പ് തുറക്കലുണ്ടാവും കേട്ടോ. അപ്പോൾ പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് ചിക്കൻ ഫ്രൈ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ മറ്റ് ഉള്ള ഇക്കാക്കന്മാരൊക്കെ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവരും കേട്ടോ നോമ്പ് തുറക്കാൻ. അപ്പം ഞങ്ങളെല്ലാവരും ഉമ്മാൻ്റെ അടുത്താണ് കേട്ടോ ഒരു ദിവസം എല്ലാവരും നോമ്പ് തുറക്കാൻ കൂടുക. ഇതിൽ നോമ്പ് തുറക്കുന്ന വീഡിയോ ഒക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി 2ാമത്തെ ട്രിപ്പാണ് കേട്ടോ അത് പൊരിക്കാൻ നിൽക്കുന്നത്. അപ്പം അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ 2ാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മോള് വന്നിട്ടോ. മോളോട് ഞാൻ ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ പറയാണ്. അപ്പോൾ ചൂടാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടോ ഞാൻ പൊരിച്ചോളാം നീ മാറി നിന്നോന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം ഇതാ കഴിയാനായിട്ടുണ്ട് കേട്ടോ. പൊരിച്ച് കഴിയാനായിട്ടുണ്ട്. ഹസ്ബൻഡ് കുറേ പൊരിച്ചിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ട്. അപ്പം ഇനി ഞാൻ വന്നു കേട്ടോ. ഇനി ഞാൻ എടുത്തോളാം പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കൻ ലാസ്റ്റാണ് കേട്ടോ ഇത്. നമ്മളെ അടുപ്പിലൊക്കെ കുറച്ച് സമയം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. ചിക്കൻ ഫ്രൈ ആയാലും ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും മന്തി ആയാലും ഒക്കെ അടുപ്പിൽ വെക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടോ. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.